മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ശനിയുടെ നക്ഷത്രമാറ്റവും അത് കന്നി രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങളെയും കുറിച്ചാണ് വിവരിക്കുന്നത്. മാർച്ച് 29 ശനി കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. ശനി രാശി മാറിയത് ഗുരുവിൻ്റെ നക്ഷത്രമായ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിലേക്ക് ആയിരുന്നു. ഏപ്രിൽ 28 തിങ്കളാഴ്ച ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലേക്ക് നക്ഷത്രമാറ്റം ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒക്ടോബർ 3 വരെ നിൽക്കുന്നതുമായിരിക്കും. ഇതിനിടയ്ക്ക് ജൂലൈ 13 ശനി വക്രഗതിയിലാകുന്നതും ഒക്ടോബർ 3 വക്രഗതിയിൽ തന്നെ വീണ്ടും പൂരുരുട്ടാതിയിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നതുമായിരിക്കും. ശനി തൻ്റെ സ്വന്തം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിബലവാനായിരിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ശനി നിങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും ഫലങ്ങൾ നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ശനി നിങ്ങളുടെ 5-6 ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് 7-ാം ഭാവമായ മീനത്തിലാണ്. ശനി 7-ൽ നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളിപ്പോൾ കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിൽക്കുന്ന ശനിയുടെ 3-ാം ദൃഷ്ടി 9-ാം ഭാവത്തിലും 7-ാം ദൃഷ്ടി 1-ാം ഭാവത്തിലും 10-ാം ദൃഷ്ടി 4-ാം ഭാവത്തിലുമായിരിക്കും പതിക്കുന്നത്. 7-ാം ഭാവം ദാമ്പത്യം, വിവാഹം, വ്യാപാരം, വ്യവസായം, പാർട്ട്ണർഷിപ്പ്, ലീഗൽ കോൺട്രാക്റ്റ്, ഡെയിലി ഇൻകം, സോഷ്യൽ ഇമേജ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതുവരെ ബിസിനസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെട്ട് കാണും. കൂടുതൽ കോമ്പറ്റീഷനും ഉണ്ടായി കാണും. അധികം അധ്വാനം ചെയ്യേണ്ടി വന്ന് കാണും. ബിസിനസ്സിൽ കൂടുതൽ പൈസ ഇട്ടെങ്കിലും അതനുസരിച്ചുള്ള പ്രോഫിറ്റ് ലഭിച്ചു കാണത്തില്ല. പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പാർട്ട്ണർ തന്നെ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് കാണും. ഇപ്പോൾ 7-ൽ ശനി നിൽക്കുകയാണ്, അതും ഉത്രട്ടാതി നക്ഷത്രത്തിൽ. ഉത്രട്ടാതി നക്ഷത്രം ശനിയുടെ സ്വന്തം നക്ഷത്രമാണ്. ശനി ഇവിടെ അതിബലവാനുമാണ്. ബിസിനസ് ചെയ്യുന്നവർ ഈ സമയത്ത് ബിസിനസ്സിൽ പല പരിവർത്തനങ്ങളും മറ്റും ചെയ്യുന്നതും അത് കാരണം ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതുമായിരിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതിൽ പല തടസ്സങ്ങളെയും നേരിടേണ്ടി വന്ന് കാണും. ഈ സമയത്ത് അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. പാർട്ട്ണർഷിപ്പിൽ വന്നിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതായിരിക്കും. ഏപ്രിൽ 28 ഒക്ടോബർ 3 ഇടയ്ക്ക് വിവാഹം കഴിക്കുന്നവർക്ക് ഭാവി ജീവിതം വളരെ സുഖകരമാകുന്നതായിരിക്കും. ലവ് മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കുടുംബാംഗങ്ങളുടെ സഹകരണം ലഭിക്കുന്നതായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടുന്നതായിരിക്കും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറി യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമായിരിക്കും. 7-ൽ നിൽക്കുന്ന ശനിയുടെ 3-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ 9-ാം ഭാവത്തിലായിരിക്കും. ഇത് ശനിയുടെ മിത്രമായ ശുക്രൻ്റെ ആധിപത്യത്തിലുള്ള ഇടവം രാശിയാണ്. ഇവിടെ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെയും ശനിയുടെയും പ്രഭാവം ഉണ്ടാകുന്നത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറി വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമാകുന്നതുമായിരിക്കും. പിതാവിൻ്റെ സഹായ സഹകരണങ്ങൾ എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നതായിരിക്കും. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും. വിദേശത്ത് പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക്
അതിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഈ സമയത്ത് ദൂരയാത്രകൾ ചെയ്യുന്നതായിരിക്കും. ഇത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട്. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 4 പാദങ്ങളാണല്ലോ ഉള്ളത്. ശനി ഈ സമയത്ത് 2 പാദങ്ങൾ പോലും മുഴുവനും സഞ്ചരിച്ച് തീർക്കുന്നതല്ലായിരിക്കും. 2-ാം പാദം കംപ്ലീറ്റ് ആകുന്നതിന് മുൻപ് ശനി വക്രഗതിയിലാകുന്നതാണ്. ഏപ്രിൽ 28-ാം തീയതി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. നവാംശകം ചാർട്ട് അനുസരിച്ച് ശനി സൂര്യൻ്റെ ആധിപത്യത്തിലുള്ള ചിങ്ങത്തിലായിരിക്കും നിൽക്കുന്നത്. ഇത് നിങ്ങളുടെ 12-ാം ഭാവമാണ്. ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെയും ശനിയുടെയും പ്രഭാവം കാരണം ഈ സമയത്ത് ചിലവുകളിൽ കൺട്രോൾ ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും. അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നതായിരിക്കും. അതുകൂടാതെ വരുമാനത്തിൻ്റെ പുതിയ മാർഗങ്ങൾ കണ്ടെത്തുന്നതുമായിരിക്കും. ഇതെല്ലാം കാരണം സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതായിരിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്വയം തൊഴിലും മറ്റും ചെയ്യുവാനും സാധിക്കുന്നതായിരിക്കും. നേരത്തെ ചെയ്ത അധ്വാനത്തിൻ്റെ ഫലങ്ങളും ഈ സമയത്ത് ലഭിക്കുന്നതായിരിക്കും. വിദേശികളുമായി ബിസിനസ് ചെയ്യുന്നവർക്കും വിദേശത്ത് ജോലിയും ബിസിനസ്സും മറ്റും ചെയ്യുന്നവർക്കും ശനിയുടെ ഈ നക്ഷത്രമാറ്റം നല്ല ഗ്രോത്ത് ഉണ്ടാകാൻ ഇടയാക്കുന്നതായിരിക്കും. നിങ്ങളിൽ ഒളിഞ്ഞു കിടന്ന ടാലൻറ്റുകൾ ഈ സമയത്ത് പുറത്തു വരുന്നതും അത് പല നേട്ടങ്ങളും ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും. കുടുംബത്താരെങ്കിലും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നുവെങ്കിൽ രോഗങ്ങൾ മാറി ഡിസ്ചാർജ് ആകുന്നതായിരിക്കും. ജൂൺ 6-ാം തീയതി ശനി ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും. നവാംശകം ചാർട്ടിൽ ശനി കന്നി രാശിയിലായിരിക്കും നിൽക്കുന്നത്. ഇത് ബുധൻ്റെ ആധിപത്യത്തിലുള്ള രാശിയാണ്. നിങ്ങളുടെ 1-ാം ഭാവവുമാണിത്. ഇവിടെ ശനിയുടെ 7-ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. 1-ാം ഭാവത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെയും ശനിയുടെയും പ്രഭാവം നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അനുകൂലമായ പല മാറ്റങ്ങളുണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും. ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാര മാർഗങ്ങൾ ഈ സമയത്ത് കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. എപ്പോഴും പോസിറ്റീവ് ഫീലിങ്ങോടെ ചിന്തിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് പുതിയതും അൺകൺവെൻഷനലുമായിട്ടുള്ള പ്ലാനിങ്ങുകൾ ചെയ്യുന്നതും അത് നടപ്പിൽ വരുത്തുന്നതുമായിരിക്കും. ശനിയുടെ ഈ നക്ഷത്രമാറ്റം നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ വഴിയിലേക്ക് നയിക്കുന്നതായിരിക്കും. ആരോഗ്യം, സാമ്പത്തികം, ദാമ്പത്യം, കുടുംബം, കരിയർ, ബിസിനസ്, സന്താനം, പ്രോപ്പർട്ടികൾ എന്നിവയിലൊക്കെ വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ വിഷമിച്ചു കൊണ്ടിരുന്നവർക്ക് ഈ സമയത്ത് അതിനെല്ലാം പറ്റിയ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത 6 മാസക്കാലത്ത് നിങ്ങളുടെ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും. ശനിയുടെ 10-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ സുഖസ്ഥാനമായ 4-ാം ഭാവത്തിലാണ്. ഇവിടെ ഗുരുവിൻ്റെ 7-ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം, സുഖഭോഗ വസ്തുക്കൾ, മാതാവ് എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണല്ലോ 4-ാം ഭാവം. ഈ സമയത്ത് മനസ്സിന് ശാന്തി അനുഭവപ്പെടുന്നതായിരിക്കും. പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കിട്ടുന്നതുമായിരിക്കും. ഭൂമി, ഭവനം, പ്രോപ്പർട്ടി, വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് ലാഭസ്ഥിതികളിൽ വർധനമുണ്ടാകുന്നതായിരിക്കും. പുതിയ വാഹനം വാങ്ങുവാനും യോഗമുണ്ടാകുന്നതാണ്. ഈ സമയത്ത് വീട്ടിലേക്ക് സുഖഭോഗ വസ്തുക്കൾ, ആഭരണങ്ങൾ എന്നിവ വാങ്ങുന്നതുമായിരിക്കും. ഇതാണ് ശനിയുടെ നക്ഷത്രമാറ്റം കന്നി രാശിക്കാർക്ക് നൽകുന്ന ഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.